മുനമ്പം വകഭൂമി പ്രശ്നം 3 മാസത്തിനകം പരിഹരിക്കാമെന്ന് മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. സമരത്തിൽ നിന്ന് പിന്മാറണമെന്ന് സമരസമിതി നേതാക്കളോട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. അതേസമയം മുനമ്പത്തെ ഭൂമി വകഫിന്റെ ആസ്തി വിവര പട്ടികയിൽ നിന്നും ഒഴിവാക്കുന്നതുവരെ നിരാഹാര സമരം തുടരാനാണ് സമരസമിതിയുടെ തീരുമാനം. മുനമ്പം വഖഫ് ഭൂമി പ്രശ്നത്തിൽ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിന്റെ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുനമ്പം ഭൂസംരക്ഷണ സമിതി നേതാക്കളുമായി ഓൺലൈനിൽ ചർച്ച നടത്തിയത്. ഭൂമിയുടെ പരിശോധനയ്ക്കായി ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ച കാര്യവും 3 മാസത്തിനകം പ്രശ്നത്തിൽ പരിഹാരമുണ്ടാക്കാമെന്നും മുഖ്യമന്ത്രി സമരസമിതിക്ക് ഉറപ്പു നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ സമരത്തിൽ നിന്നും പിന്മാറണമെന്നും മുഖ്യമന്ത്രി സമരസമിതിയോട് ആവശ്യപ്പെട്ടു. എന്നാൽ മുനമ്പത്തെ ഭൂമി വഖഫ് ആസ്തി വിവര പട്ടികയിൽ നിന്നും ഒഴിവാക്കുന്നതുവരെ സമരം തുടരാനാണ് സമരസമിതിയുടെ തീരുമാനം. വളരെ പോസിറ്റീവായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. കാരണം മുഖ്യമന്ത്രി എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് കേൾക്കുകയും അതനുസരിച്ച് പോസിറ്റീവായിട്ടുള്ള റിപ്ലൈയുമാണ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഈ കമ്മീഷൻ്റെ ദൗത്യമെന്ന് പറയുന്നത് എങ്ങനെ ഒരു നിയമോപദേശം ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് നൽകാൻ സാധിക്കും. അതിൽ ഗവൺമെൻറ് ആ നിയമോപദേശം സ്വീകരിച്ചുകൊണ്ട് ഉടനെ തന്നെ ഈ പ്രശ്നം വഖഫ് ബോർഡുമായി തീർക്കാനുള്ള ഒരു രീതിയാണ് ഇപ്പോൾ ഞങ്ങൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഞങ്ങൾ നേരത്തെ തന്നെ എടുത്തിരിക്കുന്ന തീരുമാനമാണ് ഞങ്ങളുടെ ഭൂമി വഖഫ് ആസ്തി പട്ടികയിൽ നിന്ന് മാറ്റിയെടുക്കുന്നതുവരെ ഞങ്ങൾ സമരം തുടരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ സമരം മുന്നോട്ട് തന്നെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. മുഖ്യമന്ത്രിയുമായി ഓൺലൈനിൽ നടത്തിയ ചർച്ചയുടെ വിശദാംശങ്ങൾ ജനങ്ങളെ അറിയിച്ച് തങ്ങളുടെ തീരുമാനം പൊതുയോഗത്തിന് ശേഷം പറയാമെന്നാണ് സമരസമിതി മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്ന ഉറപ്പ്. അതേസമയം സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷനെ സമരക്കാർ എതിർത്തത് പെട്ടെന്നുണ്ടായ വികാരം മൂലമാണെന്നും പ്രശ്നത്തിൽ ശാശ്വത പരിഹാരം കണ്ടെത്താനാണ് സർക്കാർ ആഗ്രഹിക്കുന്നതെന്നും മന്ത്രി പി രാജീവും പ്രതികരിച്ചു. അമൃത ന്യൂസ്, കൊച്ചി.